ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് അവരുടെ വോട്ട് മറിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കോലീബി സഖ്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം തന്നെയുണ്ട്. അതായത് BJP വോട്ടുകൾ മറിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മറിച്ചു കൊടുക്കുന്നു എന്നുള്ള ആരോപണം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഡീൽ ആരോപണം അവർ ഉന്നയിച്ചത്. അതിപ്പോൾ ഷാഫി പറമ്പിൽ വടകര വന്നപ്പോൾ അത് ഇവിടെ ഒരു ഡീലാണ്, പാലക്കാട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അത് പൊളിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ തൃശ്ശൂരിൽ മുരളീധരനെ തോൽപ്പിച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, വേറൊരു ഡീൽ ഉണ്ടാക്കിയെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. സംഭവം എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJP-യുടെ വോട്ട് ബാങ്കിലെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ കൂടുതൽ വോട്ടുകൾ പോയിരിക്കാൻ സാധ്യതയുള്ളത് UDF-ന് തന്നെയാണ്. പക്ഷെ അപ്പോൾ ആ ഡീൽ ആരോപണം അവിടെ നിലനിൽക്കില്ല. കാരണം BJP-ക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ ആ വോട്ട് ചോർച്ചയ്ക്ക് മതിയായ കാരണങ്ങളായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ BJP-ക്ക് അകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? BJP-യുടെ കേരളത്തിലെ സ്വാഭാവിക വളർച്ചയ്ക്ക് വലിയ തടസ്സമാകുന്ന ഒന്നായി ഇത് പരിണമിക്കും എന്ന് താങ്കൾ നിരീക്ഷിക്കുമോ? തീർച്ചയായിട്ടും അതിൽ രണ്ട് തെളിവുകളുണ്ട്. ഒന്ന്, BJP-യുടെ വോട്ടിൽ 10,000 വോട്ടാണ് അവിടെ കുറഞ്ഞു പോയിരിക്കുന്നത് 2021-ലേക്കാളും. എന്താ കാരണം? ആ ഡീല് വളരെ വ്യക്തമാണ്. BJP-യുടെ നല്ലൊരു ശതമാനം വോട്ടും നഷ്ടപ്പെട്ടതിൽ അത് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് വളരെ വ്യക്തമാണ്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ ഡീല് പരസ്യമായിട്ട് തന്നെ CPM-ഓ ഇടതുപക്ഷ പാർട്ടികളും പരസ്യമായി പറഞ്ഞപ്പോൾ പലരും നിഷേധിച്ചു. ഇന്ന് പാലക്കാട് വോട്ടെടുപ്പിലൂടെ തന്നെ അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൂടെ വായിച്ചേ, അതായത് അനിവാര്യമായ ഒരു പതനത്തിലേക്കാണ് BJP തകർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്താ ഇതിന്റെ കാരണം? BJP കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ പറിച്ചു നടാനുള്ള BJP-യുടെ തന്ത്രങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു. ഗോപികൃഷ്ണൻ അറിയാമല്ലോ, കേരളത്തിലെ അവരുടെ നമ്പർ 1 സീറ്റ് എന്ന് പറയുന്നത് പാലക്കാടാണ്. ആ പാലക്കാടെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത്, നിയമത്തെക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ളത് പാലക്കാടാണ്. അവിടെ മുനിസിപ്പാലിറ്റിയിൽ 3 ബൂത്തുകളിൽ ഒറ്റ വോട്ട് പോലും കിട്ടിയില്ല ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക്. തന്നെയുമല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നിന്ന് അവർക്ക് ചോർന്നുപോയ വോട്ടുകൾ ഈ ഭയാനകമായ രീതിയിൽ. എന്താ അതിന്റെ കാരണം എന്തുകൊണ്ടാ? BJP ഉയർത്തിയിരിക്കുന്ന ചില വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് ജനങ്ങൾ, അവരുടെ ഏറ്റവും സുവർണ കോട്ടയെ പാലക്കാട് ജനങ്ങൾ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ അത് ഈ ചർച്ചയിൽ പ്രതിപാദിച്ചേ പറ്റൂ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിലെ ഭാഗസ്വാമിയെ കുറിച്ച് അവരുടെ ഒരു വക്താവ് പറഞ്ഞിരിക്കുന്ന തീർത്തും നികൃഷ്ടമായിട്ടുള്ള, തീർത്തും എന്താ പറയാ, ഒരു സൗഹാർദ്ദത്തിന്റെ ആണിക്കല്ല് തകർക്കുന്ന രീതിയിലുള്ള ആ പ്രതികരണങ്ങൾ. ശബരിമല വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു പറയുന്നു. 100 കൽപ്പാത്തി പോലെയുള്ള അഗ്രഹാരങ്ങൾ ഓൾറെഡി തന്നെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതൊന്നും അവിടുത്തെ വിദ്യാസമ്പന്നരായ പാലക്കാട് വോട്ടർമാർ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാർ പരിഗണിച്ചില്ലെന്ന് തന്നെയല്ല, അത് ഇനി ചെലവാകില്ല എന്നുള്ള രീതിയിൽ അവർ എഴുതി തള്ളിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകത്തില്ല. അവരുടെ നേതൃത്വത്തിന്റെ തമ്മിലടി പതിവാണ്. അതിന് വലിയ പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലങ്ങളായിട്ട് തന്നെ ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കുന്നത് ചില ആളുകളുടെ സ്വകാര്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് അത് നിന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡീലിനെ സംബന്ധിച്ചോടാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. ഈ ഡീല് വളരെ വ്യക്തമല്ല. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ആളായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ആ മനുഷ്യനെ എന്തിനാണ് വടകരയിലേക്ക് മാറ്റിയത്? തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJP-യും കോൺഗ്രസും തമ്മിലുള്ള പരസ്യ ഡീല്, കോലിബി സഖ്യം പോലുള്ള ഒരു ഡീലാണെന്നുള്ളൊരു സാമാന്യ ബോധമുള്ള ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഭീകരമായ തിരിച്ചടിയാണ് പാലക്കാട് കിട്ടിയിരിക്കുന്നത്. ഗോപികൃഷ്ണ, ഒരു കാരണവശാലും 20% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP-യുടെ ഏറ്റവും നല്ല പ്രവർത്തകർ പോലും അവരെ കൈയൊഴിയുന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവുകൂടെ വന്നിരിക്കുന്നു. വയനാട്ടിലെ അവരെ മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു ഇന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. നിരവധി BJP പ്രവർത്തകർ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ദീപ് വാര്യരുടെ പൊഴിഞ്ഞുപോക്ക് അവിടെ കാര്യമായിട്ട് BJP ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സന്ദീപ് വാര്യന്റെ പൊഴിഞ്ഞുപോക്കൊന്നും അല്ല BJP-യുടെ തരാൻ കാരണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അതായത് CPM പാലക്കാട്ട് ഒറ്റ മിനിറ്റ് ശ്രീ റെജി ലൂക്കോസ്, പാലക്കാട്ട് CPM വലിയ ഒരു മേനി പറയുന്നത്, ഒറ്റ മിനിറ്റ്, പാലക്കാട് CPM ഡോക്ടർ സരിനെ മത്സരിപ്പിച്ചതിൽ വലിയൊരു മേനി പറയുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള വോട്ട് ശതമാനത്തിന് അന്തരം 1.63% കുറച്ചു എന്നതാണ്. അതായത് 13,533 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നത് 2,000 കുറച്ചു എന്നാണ്. താങ്കൾ പറയുന്നത് അവിടെ ഈ കോൺഗ്രസിന് വോട്ട് മറച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിനാണോ CPM കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ CPM കൊടുത്തത് കോൺഗ്രസിന് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത്
അവിടെ അതല്ല ബി ജെ പിയുടെ വോട്ടൊന്നും ബി ജെ പിക്ക് പോരുന്ന വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? അവിടെ തമ്പടിച്ചുകൊണ്ടുള്ളത് പ്രകടനങ്ങളായിരുന്നു. അതേസമയം ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസിനെ പോലുള്ളവർ കേവലം 2-3 ദിവസം മാത്രമേ അവിടെ പ്രകടനത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ വളരെ വ്യക്തമല്ല ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയമാണ് അവിടെ നടന്നുള്ളവരും. പിന്നെ കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ടറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനം തെറിക്കുന്നുള്ളവരും. ആ സ്ഥാനം തെറിക്കുന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം തട്ടിക്കയറിയത്. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചവറുകൾ എന്ന വാക്ക് ഉപയോഗിക്കും. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രന്റെ മാനസികാവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അവിടെ കോൺഗ്രസിന് എന്തിനാ ക്രെഡിറ്റ് കൊടുക്കുന്നത്? കോൺഗ്രസിന് ക്രെഡിറ്റ് കൊടുക്കാതെ കോൺഗ്രസ് കാലങ്ങളായിട്ട് ഈ സഖ്യത്തിലുള്ളതല്ലേ. വടകരയിലെ ബേപ്പൂരിൽ നടത്തിയ കോലിബി സഖ്യം പരസ്യമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയില്ലേ? അതുകൂടാതെ തന്നെ ഇവിടെ തൃശ്ശൂർ നടന്നത് എന്താ? തൃശ്ശൂർ 86,000 വോട്ടല്ലേ അവരുടെ 2019 കോൺഗ്രസിന് ഇല്ലാതായി പോയത്. ആ വോട്ട് എങ്ങോട്ട് പോയി? ആ വോട്ട് സുരേഷ് ഗോപിയുടെ പറ്റിയിലേക്കല്ല പോയത്. അല്ലെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമോ ഗോപികൃഷ്ണ? നമ്മൾക്ക് അറിയാൻ കഴിക്കുന്നവരില്ലേ? നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ വളരെ വ്യക്തമല്ലേ? ഇത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ചേലക്കര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ബി ജെ പിയും പിന്നെ കോൺഗ്രസും സി പി എം മത്സരിച്ചല്ലേ? അവിടെ ഏതെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് 3 മാസക്കാലം 3-4 സമന്വിതരായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കള് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തി, ഓരോ വീടുകളിലും കയറി പ്രചരണം നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയോ? ഇനി എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് കൂടെ പറയാനുണ്ട്. അതായത് മുനമ്പം വിഷയം. മുനമ്പത്ത് തങ്ങളാണ് രക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പ സമരത്തിന്റെ എന്താ പറയാ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുനമ്പത്ത് നടത്തിയ വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പി നടത്തിയ ഏറ്റവും മോശമായ ഒരു പ്രതിഫലനം പാലക്കാടും ചേലക്കരയും കണ്ടു. ചേലക്കരയെ 10,000 വരുന്ന വോട്ടർമാരുടെ അടുത്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു ബി ജെ പി. അതിലൊക്കെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നടത്തിയ പാലക്കാട് ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ പാലക്കാട് 7,200 വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ നടത്തിയ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങള്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഖം തിരിച്ചു, അവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി കേരളത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന മതജാതി വിദ്വേഷത്തിൻ്റെതായ പിന്നെ രാഷ്ട്രീയമാണ്. അതിനെതിരെയാണ് പാലക്കാട് അവരുടെ 1-ാം ക്ലാസ് മണ്ഡലം തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ സംശയിക്കേണ്ട, കേരളത്തിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന കേരളം ഇനി ബി ജെ പിയെ ഇവിടെ മുന്നോട്ട് കൊണ്ടുവരത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ആനന്ദ് കൊച്ചോട് പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ ഭരണം ഇരിക്കുമ്പോൾ ഇവിടെ ചില നേട്ടങ്ങളും സംഭവിക്കാം. ഇന്ന് ഇത് വയർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് പോർട്ടല് ഞെട്ടിക്കുന്ന ഭയാനകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ അറിഞ്ഞു കാണുമായിരിക്കട്ടോ, നിങ്ങളുടെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ നിന്നും 5.4 ലക്ഷം വോട്ടാണ് എണ്ണീപ്പൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 80% സീറ്റ് എങ്ങനെയാണ് മഹാരാഷ്ട്ര കിട്ടിയതുള്ളവരും. അതുകൊണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഈ അട്ടിമറികളൊക്കെ നടക്കാനുള്ള എല്ലാ വൈദഗ്ധ്യവും പിന്നെ ബി ജെ പിക്ക് ഉണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ നിമിഷം വരെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പോൾ ചെയ്യാത്ത വോട്ടുകൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കൂടി വരുന്നത്? അത് ഇന്ത്യൻ ജനാധിപത്യത്തിനോട് നടത്തുന്ന കടക്കിൽ കത്തിവെക്കുന്നതിന് തുല്യല്ലേ പ്രിയപ്പെട്ട ഗോപികൃഷ്ണ? അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇനി ബി ജെ പി ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ സംഘടനാപരമായിട്ട് തന്നെ സ്പ്ലിറ്റ് ആയിരിക്കുന്നു. അവരുടെ സമുന്നത നേതാക്കന്മാരായിട്ടുള്ള എ എൻ കൃഷ്ണദാസ്, എ എൻ രാധാകൃഷ്ണൻ, പി കെ കൃഷ്ണദാസ്, അതുപോലെ തന്നെ സാമാന്യനെ വളരെ ഭേദപ്പെട്ട മാന്യനായിട്ടുള്ള എം ടി രമേശൊക്കെ ഇന്നത്തെ ഈ സംസ്ഥാന സമിതി യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നു. പങ്കെടുക്കാത്തല്ല, അവർ ബഹിഷ്കരിച്ചിരിക്കുന്നു.